ഞാനൊരു ചെറിയ കഥ പറയാം. ഈ കഥയ്ക്ക് കുറച്ചധികം വർഷം പഴക്കമുണ്ട്. ഒരു 13 വർഷത്തെ പഴക്കം. 2011 കഥ നടക്കുന്നത്. നിങ്ങളെപ്പോലെ ഒരു 15 വയസ്സുള്ള വിദ്യാർത്ഥി, ആ കുട്ടി പരീക്ഷയ്ക്ക് വേണ്ടി SSLC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ വലിയ പേടിയൊന്നും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. നിങ്ങളെപ്പോലെ എല്ലാവരെയും പോലെ ഒരു ചെറിയ ആശങ്കയൊക്കെ ഉണ്ട്, പരീക്ഷ എങ്ങനെയാവും. 15ാമത്തെ വയസ്സിൽ ആദ്യത്തെ പബ്ലിക് എക്സാം എഴുതുന്ന ചെറിയ ഒരു ആശയക്കുഴപ്പമൊക്കെ ആ കുട്ടിക്കുണ്ട്. പക്ഷെ പരീക്ഷ അടുത്തപ്പോൾ, അതായത് ഓണപ്പരീക്ഷയ്ക്ക് ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്നു, ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പഠിക്കുന്നു. പക്ഷേ പബ്ലിക് എക്സാം, മോഡൽ എക്സാം ഒക്കെ ഇങ്ങ് അടുത്തപ്പോൾ ആ കുട്ടിയുടെ പഠിത്തത്തിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത കുറച്ചൊന്ന് കുറയുന്നു. കാരണം ഇത്രയും കാലം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എഴുതിയ പരീക്ഷകളിലൊക്കെ മോശമല്ലാത്ത മാർക്കുണ്ട്. ആൻഡ് ഉറപ്പായിട്ടും 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടാനുള്ള സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള കുട്ടിയാണ് എന്ന് വീട്ടുകാർക്കും സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു? ഒരു ഡിസംബർ മാസം ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ പതിയെ പഠിത്തത്തിൻ്റെ ഇൻറ്റൻസിറ്റി, പഠിക്കുന്ന സമയം ഒന്നങ്ങ് കുറഞ്ഞു. കാരണം ഇനി അത്ര ദിവസമേ ഉള്ളൂ, ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി ഉള്ളൂ, അതൊക്കെ നമുക്ക് വിചാരിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ എന്നുള്ളൊരു ചെറിയ അമിത ആത്മവിശ്വാസം ആ കുട്ടിയെ ബാധിക്കുന്നു. പക്ഷെ ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല. അങ്ങനെ പോകുന്നു, SSLC എക്സാം എഴുതുന്നു, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് ആ കുട്ടി വിശ്വസിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി വെക്കേഷൻ ആസ്വദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്ന ദിവസം വരുന്നു. അന്ന് നിങ്ങൾക്കറിയാം, ഈ ഇൻ്റർനെറ്റൊന്നും അതുപോലെ ഫാസ്റ്റ് അല്ലാത്തൊരു കാലത്ത് റിസൾട്ട് അറിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ടാണ് റിസൾട്ട് നോക്കാൻ വേണ്ടി പോവാം. സോ അന്ന് റിസൾട്ട് നോക്കാൻ വേണ്ടി ആ കുട്ടി നേരത്തെ പോകുന്നു. വലിയ വിശ്വാസമാണ്, വലിയ കോൺഫിഡൻസ് ആണ്. ഫുൾ A+ കിട്ടുന്നു, വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് ഈ കാര്യമൊക്കെ പറയുന്നു എന്നുള്ളൊരു ധാരണയിൽ ആ കുട്ടി ഇറങ്ങുകയാണ്. ആൻഡ് ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടെ നടന്നു. ആ കുട്ടിയുടെ ഉമ്മ രാവിലെ തന്നെ ബിരിയാണിക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. അതായത് ഉമ്മയ്ക്കറിയാം കുട്ടിക്ക് എന്തായാലും ഫുൾ A+ കിട്ടും. ആൻഡ് ബിരിയാണി വെച്ചിട്ട് ചുറ്റുമുള്ള ആൾക്കാരോടൊക്കെ പറയണം, എൻ്റെ മോന് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്, അവൻ സൂപ്പറായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉമ്മ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആൻഡ് ഈ കുട്ടി റിസൾട്ട് നോക്കാൻ വേണ്ടി പോകുന്നു. സ്വാഭാവികമായിട്ടും രജിസ്റ്റർ നമ്പർ അടിക്കുന്നു. ആദ്യത്തെ 1-2 തവണ ബഫറിങ് കാരണം റിസൾട്ട് വരുന്നില്ല. 3ാമത്തെ തവണ റിസൾട്ട് വന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഒരു ചെറിയ പ്രശ്നം പറ്റി. എല്ലാ കോളത്തിലും, മലയാളം ഫസ്റ്റ് മുതൽ താഴെ എല്ലാ കോളത്തിലും, മാത്തമാറ്റിക്സ് വരെയുള്ള എല്ലാ കോളത്തിലും ഫുൾ A+ കിട്ടും എന്ന് പ്രതീക്ഷിച്ച കുട്ടിക്ക് 2 സ്ഥലങ്ങളിൽ പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടായിരുന്നില്ല. ഹിന്ദിയിൽ A ഗ്രേഡ് മാത്രമേ ഉള്ളൂ, സോഷ്യൽ സയൻസിൽ B+ ഉള്ളൂ. ആ കുട്ടി അവിടെ നിന്ന് കുറച്ച് നേരം ഒന്ന് സ്റ്റക്ക് ആവുന്നു, ആക്ച്വലി തകർന്നു പോകുന്നു. കാരണം ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. കാരണം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ബിരിയാണി വെച്ചിട്ട് ഫുൾ A+ കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നൊരു ഉമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്താ ഇപ്പം തിരിച്ചു പോയിട്ട് പറയാ? ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം 8 A+ഉം 1 Aയും 1 B+ എന്നുള്ളത് ആ കുട്ടിയെ അത്രമേൽ തകർത്ത് കളഞ്ഞ ഒരു റിസൾട്ടായിരുന്നു. കാരണം ഫുൾ A+ പ്രതീക്ഷിച്ച ഒരു കുട്ടിയാണ്. ആൻഡ് അവിടെ റിസൾട്ട് നോക്കാൻ വന്ന കുട്ടികൾ റിസൾട്ട് നോക്കി തിരിച്ചു വന്ന് ഈ കുട്ടിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പറയുന്ന കാര്യം, നിനക്ക് ഫുൾ A+ ആയിരിക്കുമല്ലോ, അവന് എത്ര A+ ഉണ്ട്, അവക്ക് എത്ര A+ ഉണ്ട്. അവന് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം എങ്ങനെയാ പറയാ, ഫുൾ A+ ഇല്ല, 8 A+ ഉള്ളൂ എന്ന് പറയാനുള്ള ഒരു ധൈര്യം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് തിരിച്ച് വീട്ടിലേക്കൊരു 10 മിനിറ്റോളം നടക്കാനുണ്ട്. ആ 10 മിനിറ്റിന് വലിയ ദൂരം ഉണ്ടായിരുന്നു എന്ന് ആ കുട്ടിക്ക് തോന്നി. ആൻഡ് ഒരു നിമിഷം ആ കുട്ടി ആലോചിച്ചു, വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട. കാരണം എന്താണ് തിരിച്ചു പോയിട്ട് അവൻ ഉമ്മയോട് പറയാ, ഞാൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു, പക്ഷേ അവസാനത്തെ ലാപ്പിൽ, അവസാനത്തെ സമയത്ത് കുറച്ച് ഓവർ കോൺഫിഡൻസ് ആയി പഠിക്കാതിരുന്നു, സമയം കളഞ്ഞു, എന്നിട്ട് ഫുൾ A+ കിട്ടാതെ പോയി എന്നെങ്ങനെയാ പറയാ. ആൻഡ് ആ ബിരിയാണി കൊടുത്ത ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാത്തു നിൽക്കുന്നുണ്ടാവും അല്ലേ, കൺഗ്രാജുലേഷൻ പറയാൻ വേണ്ടിയിട്ട്, അടിപൊളിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ കുട്ടിക്ക് ഒന്നും കുറച്ച് നേരത്തേക്ക് ബ്ലാങ്ക് ആയിപ്പോയി. ഒന്നും എന്താ ചിന്തിക്കേണ്ടത് പോലും എന്ന് അറിയില്ലായിരുന്നില്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും കൃത്യമായിട്ട് ആ കുട്ടിക്ക് ഓർമ്മയില്ല. ആ ദിവസം അങ്ങനെ അങ്ങ് കടന്നുപോയി. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. +1 എത്തി. ആൻഡ് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ, ഇഷ്ടപ്പെട്ട കോമ്പിനേഷനിൽ +1 ബയോളജി സയൻസ് പഠിക്കാനൊക്കെ പറ്റി. പക്ഷേ ആ ഒരു വേദന, ആ ഒരു ഇൻസിഡൻറ്റ് ആ കുട്ടിയെ വല്ലാതെ ഹോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ശ്രമിച്ചിട്ട് കിട്ടാതിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ശ്രമിക്കാതിരുന്നുകൊണ്ട്, പരിശ്രമിക്കാതിരുന്നതുകൊണ്ട് മാത്രം ഏറ്റവും ഗംഭീരമായ ഒരു റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആ സങ്കടം ആ കുട്ടിക്ക് എപ്പോഴും ഉണ്ട്. ആൻഡ് ആ കുട്ടിയുടെ പേര് നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവും. ആ കുട്ടിയുടെ പേര് നാസർ ഫാറുദ്ദീൻ എന്നാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നാച്ചു സാർ എന്ന് അറിയണ്ടാവും. ആൻഡ് ആ നാച്ചു സാറ്
13 വർഷത്തിന് ശേഷം ഇപ്പുറം ഇവിടെ വന്ന് ഈ കഥ പറയുമ്പോഴും എനിക്ക് ചെറിയതല്ലാത്ത സങ്കടമുണ്ട്. പക്ഷെ അത് അവിടെ നിന്നൊക്കെ ഞാൻ റിക്കവർ ആയോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും അതെ. അവിടെ നിന്നൊക്കെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്, വലിയ ആത്മാഭിമാനമുണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നതിൽ. പക്ഷേ പറഞ്ഞു വന്നതിലെ ലോജിക്ക്, എന്തിനാണ് ഈ കഥ ഇവിടെ പറഞ്ഞത് എന്നുള്ളതൊരു ചോദ്യമാണ്. അതായത് നിങ്ങളിൽ കുറേ പേർ നന്നായി പഠിക്കുന്ന ആളുകളാണ്. നിങ്ങൾ കുറേ പേര് ഇനി പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിക്കുന്ന ആളുകളാണ്. സോ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, അവസാനത്തെ ലാപ്പിൽ ഓട്ടം, അവസാനത്തെ മാസത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ അത്രമേൽ ക്രൂഷ്യലാണ്. ചിലപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുന്ന കുട്ടികളായിരിക്കും, പക്ഷേ അത് കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾ സൂപ്പറാണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്കിനി കാത്തിരിക്കേണ്ടത് 1 മാസമാണ്. ആ 1 മാസം അത്രമേൽ ഗംഭീരമായി സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ പഠിക്കണം. ഇനി അല്ലാത്തൊരു കൂട്ടരുണ്ട്, ഞാൻ ഇനി പഠിച്ചാൽ ഇവിടെ എത്തില്ല, ഇത്രയും കാലം ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറയുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ നാസർ ഫാറിദിൻ്റെ കൂടെ അത്രമേൽ ഗംഭീരമൊന്നും അല്ലാതെ ഒരു ബിലോ ആവറേജ് ആണ് എന്ന് നാട്ടുകാരും വീട്ടുകാരും സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ വിശ്വസിച്ചിരുന്ന കുട്ടികൾ അന്ന് ഫുൾ A+ നേടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അവസാനത്തെ ലാപ്പിൽ അവരുടെ കഴിവിൽ വിശ്വസിച്ച് അത്രമേൽ ഗംഭീരമായി പഠിച്ചതുകൊണ്ടാണ്. സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ 1 മാസം, അതായത് ഫെബ്രുവരി എന്ന് പറഞ്ഞ ഈ 28 ദിവസം മാത്രമുള്ള ഈ കുഞ്ഞു മാസം നമ്മുടെ ലൈഫിൽ അത്രമേൽ ക്രൂഷ്യൽ ആവാൻ പോകുന്ന ഒരു മാസമാണ്. നിങ്ങൾ എന്ത് പഠിച്ചു എന്നതിനേക്കാൾ ഇനി അങ്ങോട്ട് നിങ്ങൾ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സോ ഇതൊക്കെ പറയാൻ വേണ്ടി, എങ്ങനെയാണ് അടുത്ത ഈ മാസത്തെ ഫെബ്രുവരി 1 മുതൽ 28 വരെയുള്ള ഈ ഒരു മാസത്തെ നമ്മൾ സിസ്റ്റമാറ്റിക്കായി പ്ലാൻ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് മോഡൽ എക്സാം കഴിഞ്ഞ് വെറും 7 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കേണ്ടത്, ഇതൊക്കെ പറയാൻ വേണ്ടി നമുക്കൊന്ന് കൂടിയാലോ, നമുക്കിതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചാലോ? അങ്ങനെയാണെങ്കിൽ, ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നാളെ വൈകുന്നേരം, അതായത് ഫെബ്രുവരി 2-ാം തീയതി വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമ്മളൊരു ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോഞ്ചുകൾ ഒന്നായിരിക്കും. കാരണം കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് സമയമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇനിയും ഒരു റൗണ്ട് കൂടെ ശ്രമിച്ചു നോക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നാളെ വൈകുന്നേരം കൃത്യം 7 മണിക്ക് നിങ്ങൾ എല്ലാവരും ലോഞ്ചിലേക്ക് വരൂ. നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഏത് രീതിയിലാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത് തീരുമാനിക്കാം. So I'll see you tomorrow sharp at 7. Thank you.